സ്വർണ്ണപ്പാളി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിസ്മയകരമായ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോടതി ഇടപെട്ടില്ലെങ്കിൽ ഈ തട്ടിപ്പ് ഇപ്പോഴും നിന്നേനെ. 1999 ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നു. 40 വർഷത്തെ വാറണ്ടി ഉണ്ടായി. 99 സ്വർണം പൂശിയിട്ട് 40 വർഷത്തെ വാറണ്ടിയുള്ള സംഭവം വീണ്ടും 2019 20 കൊല്ലം കഴിഞ്ഞപ്പോൾ 40 കൊല്ലം വാറണ്ടി ഉള്ളത് എന്തിനാണ് സ്വർണം പൂശാൻ കൊണ്ടുപോയത്? പോയത് 42 കിലോ, തിരിച്ചു വന്നത് 38 കിലോ, 4 കിലോ സ്വർണം അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു. ഇത് എന്തുകൊണ്ടാണ് ദേവസ്വം പരിശോധിക്കായിരുന്നത്? വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ ഭാരം എന്തുകൊണ്ട് പരിശോധിച്ചില്ല? ഇത് ഈ ഭാരം കുറഞ്ഞത് പുറത്തു വരാതിരിക്കാൻ ഗൂഢാലോചന അന്ന് നടന്നിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറുടെ മുമ്പിൽ കണക്കെടുപ്പ് നടന്നിട്ടുണ്ട്. ദേവസ്വത്തിന്റെ രേഖകളിലും ഇക്കാര്യം വ്യക്തമായിരുന്നു. ഭാരക്കുറവ് കണ്ടെത്തിയിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ എന്തുകൊണ്ടാണ് ഇക്കാര്യം അന്വേഷിക്കാതിരുന്നത്? കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ സ്വർണ്ണപ്പണികൾ നടത്താവൂ. അത് അതിന്റെ പ്രിമൈസസിൽ വെച്ച് തന്നെ നടത്തണം. കോടതിയുടെ അനുമതിയില്ലാതെ മുഴുവൻ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഇത് ചെന്നൈയിലേക്ക് അയച്ചു. പിന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട്? എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകത? എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ച് കൂടി അന്വേഷിക്കണം. ഇവര് ദേവസ്വത്തിലേക്കും ശബരിമലയിലേക്കും ഒക്കെ സ്പോൺസർ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കളക്ട് ചെയ്യുകയും അതിലൊരു ചെറിയ അംശം മാത്രം അവിടെ കൊടുക്കുകയും ബാക്കി ഇടനിലക്കാർക്കും ബന്ധപ്പെട്ട ആളുകൾക്ക് കമ്മീഷൻ കൊടുത്ത് വൻ തുക ഭക്തന്മാരുടെ കയ്യിൽ നിന്നും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ദേവസ്വം ബോർഡും സർക്കാരും കൂട്ടുനിന്നു. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ആളുകളാണ് അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പ സംഗമം നടത്തി കപടഭക്തി പ്രകടിപ്പിച്ച ആളുകളുടെ കാപട്യം ഇപ്പോ അയ്യപ്പൻ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്.